2025 ജൂലൈ 21 ഇന്ന് തിങ്കളാഴ്ച തികച്ചും ലോക്കലിൽ ആദ്യം വിവിധങ്ങളായിട്ടുള്ള തൊഴിലവസരത്തെക്കുറിച്ച് പറയാം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വ്യോമയാന മേഖലയിൽ എമിറേറ്റ്സിൽ +2 യോഗ്യതയുള്ളവരിൽ നിന്നും ക്യാബിൻ ക്രൂ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞത്. ഒരുപാട് പേര് അതിന് അനുകൂലമായിട്ട് പ്രതികരിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ വ്യോമയാന മേഖലയിലാണ് വിവിധങ്ങളായിട്ടുള്ള തൊഴിലവസരങ്ങൾ വീണ്ടും വന്നിരിക്കുന്നത്. എമിറേറ്റ്സിൽ മാത്രമല്ല, ഇപ്പോൾ എത്തിഹാദിലും ഫ്ലൈ ദുബൈയിലും എയർ അറേബ്യയിലും UAE ബേസ്ഡ് ആയിട്ടുള്ള വിമാന കമ്പനികളിൽ മിക്കതിലും നിരവധിയായിട്ടുള്ള തൊഴിലവസരങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. എത്തിഹാദിൽ 70-ലധികം പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമായും ഈ വിമാന കമ്പനികളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി അതിന്റെ കരിയർ പേജിലേക്ക് എത്തുക, തൊഴിലവസരങ്ങളെ കുറിച്ച് അറിയുക. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് പൈലറ്റ്, ക്യാബിൻ ക്രൂ, എഞ്ചിനീയേഴ്സ്, ഗ്രൗണ്ട് സപ്പോർട്ടിംഗ് സ്റ്റാഫ്, പോർട്ടേഴ്സ്, ബിസിനസ് സപ്പോർട്ടിംഗ് സ്റ്റാഫ്, സെയിൽസ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്ന് വേണ്ട വിവിധ കാറ്റഗറികളിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ വിമാന കമ്പനികളുടെ എത്തിഹാദിന്റെയും എമിറേറ്റ്സിന്റെയും ഫ്ലൈ ദുബൈയുടെയും എയർ അറേബ്യയുടെയും ഒക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കരിയർ പേജിൽ പോയി ഓൺലൈനായി അപേക്ഷ കൊടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇന്നിപ്പോൾ ആദ്യം പറയാനുള്ളത്. ഫ്രഷേഴ്സിനും അവസരമുണ്ട്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും അപേക്ഷിക്കാം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വിസയർ അബുദാബി അവരുടെ അബുദാബി ഓപ്പറേഷൻസ് അവസാനിപ്പിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ 400-ലധികം തൊഴിലാളികളുടെ കാര്യം അനിശ്ചിതത്വത്തിലായി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അവർക്കടക്കം അവസരമാണിത്, അവർക്കും അപേക്ഷിക്കാം. എന്തായാലും വ്യോമയാന മേഖലയിൽ UAE ഒരുങ്ങുന്ന വിവിധങ്ങളായിട്ടുള്ള തൊഴിലവസരങ്ങളെ കുറിച്ചുള്ള കാര്യമാണ് ഇതിപ്പോൾ തികച്ചും ലോക്കലിൽ ആദ്യം തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ജീവിത ചെലവുകൾ കൂടുന്ന ഒരു സമയത്ത് അഡീഷണൽ ആയിട്ട് ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു ചിന്താഗതി തന്നെയാണ്. ആളുകൾ അതിന് പറ്റിയ ഒരു മാർഗമായിട്ട് കാണുന്നത് ഓഹരി വിപണികളുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ്. ട്രേഡിംഗ് അത്രമാത്രം പോപ്പുലർ ആയിട്ടുണ്ട് ഈവൻ സാധാരണ ആളുകൾക്കിടയിലും. പക്ഷെ വളരെ സൂക്ഷിച്ച് പണം കൈകാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പണം വളരെ പെട്ടെന്ന് കളയാനും ട്രേഡിങ്ങിന് പറ്റും എന്നുള്ളതാണ്. ഈ റിസ്കുകൾക്ക് പുറമെ നമ്മൾ ചെന്ന് ചേരുന്നത് വളരെ തട്ടിപ്പുകാരുടെ കൈകളിലാണെങ്കിൽ വളരെ കഷ്ടമായിരിക്കും നമ്മുടെ കാര്യം എന്നുള്ളതാണ്. അങ്ങനെ ഈ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ആളുകളുടെ പണം തട്ടിയിരുന്ന 4 തട്ടിപ്പുകാരെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ പറയാനുള്ളത്. പോലീസ് ഓർമ്മപ്പെടുത്തുന്നത് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി, ഫോൺ കോളുകൾ വഴി വളരെ ലൈസൻസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെ പ്രതിനിധികളാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ വിശ്വാസം പിടിച്ചു പറ്റുക. അതിനുശേഷം നിങ്ങളുടെ പണം കൈക്കലാക്കുക, അത് കൃത്യമായി ഞങ്ങൾ നിക്ഷേപിച്ചു കൊള്ളാം എന്ന് പറയുക. നമ്മൾ ആ വാക്ക് വിശ്വസിച്ച് ഇവർക്ക് പണം നൽകും. പണം കിട്ടിക്കഴിഞ്ഞാൽ അത് നാട്ടിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യുകയും അവരതുമായി മുങ്ങുകയും ചെയ്യും. അപ്പൊ ഇതാണ് കഴിഞ്ഞ കുറെ കാലമായി നടന്നുകൊണ്ടിരുന്നത്. പോലീസ് പറയുന്നത് വളരെ ലൈസൻസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിലടക്കം നിങ്ങളെ സഹായിക്കാൻ. അത്തരം സ്ഥാപനങ്ങളുമായി നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. പണം കൈമാറുന്നത് വളരെ വിശ്വസനീയമായ സാഹചര്യത്തിൽ മാത്രമേ പാടുള്ളൂ എന്നുള്ള ഒരു കാര്യം പോലീസ് പറയുന്നുണ്ട്. ഈ ഓൺലൈൻ ഇടപാടുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായാൽ ഉടൻ തന്നെ പോലീസിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ 901 എന്നുള്ളതാണ്. ആ നമ്പറിൽ ദുബായ് പോലീസിനെ കോൺടാക്ട് ചെയ്യാം. ഇനി ദുബായ് പോലീസിന്റെ മൊബൈൽ ആപ്പ് ഉണ്ട്, അതുവഴി നിങ്ങൾക്ക് കൃത്യമായി ഈ തട്ടിപ്പുകാരെ കുറിച്ചും ഇത്തരം ഇടപാടുകളിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാം. എന്നാൽ മാത്രമേ പോലീസിന് ഇത്തരക്കാരെ പിടികൂടാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതിൽ പോലീസിനോട് പങ്കാളികളാകുക, പോലീസുമായി സഹകരിക്കുക എന്ന് ദുബായ് പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. UAE മലയാളി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമമുണ്ടാക്കിയ, ഞെട്ടലുളവാക്കിയ മരണങ്ങളാണ് വിഭഞ്ചികയുടെയും കുഞ്ഞിന്റെയും അതുപോലെ തന്നെ ഷാർജ റോളയിൽ മരിച്ച അതുല്യയുടെയും മരണങ്ങൾ. നല്ല വിദ്യാഭ്യാസമുള്ള യുവതികൾ, അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് വന്ന പെൺകുട്ടികൾ, സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിവുള്ള യുവതികളാണ്. പക്ഷെ വർഷങ്ങളായുള്ള ഗാർഹിക പീഡനവും മാനസിക പീഡനവും ശാരീരിക പീഡനവും ഒക്കെ അനുഭവിച്ച് അതേ തുരുത്തിൽ തന്നെ ജീവൻ ഒടുക്കുന്ന സ്ഥിതിയിലേക്ക് അവരെത്തപ്പെടുകയും ചെയ്തു. ഇന്നിപ്പോൾ വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പം കഴിഞ്ഞ 3 ദിവസം ഷാർജയിൽ അവധിയായിരുന്നു. ഇന്നിപ്പോ ഫോറൻസിക്കിന്റെ അനുമതി കിട്ടിയാൽ മൃതദേഹം ഇന്ന് തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ബന്ധുക്കൾ കാത്തിരിക്കുന്നത്. വിഭഞ്ചികയുടെ അമ്മ ശൈലജയും സഹോദരൻ വിനോദും ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അവരെത്രയും പെട്ടെന്ന് വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് അന്ത്യകർമ്മങ്ങൾ നടത്താനുള്ള തിടുക്കത്തിലാണ് ഇപ്പോഴുള്ളത്. അതേസമയം ഷാർജ റോളയിൽ മരിച്ച അതുല്യയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. അതുല്യയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് അതുല്യയുടെ വീട്ടുകാർക്കൊപ്പം ഭർത്താവ് സതീഷ് ശങ്കറും ഇപ്പൊ ആരോപിക്കുകയാണ്. എന്താണ് മരണകാരണമെന്ന് കണ്ടെത്താനായി കാത്തിരിക്കുകയാണ് താൻ മൂലമല്ല അതുല്യ മരിച്ചതെന്ന് അയാൾ പറയുന്നു. പക്ഷെ വർഷങ്ങളായുള്ള ഭർത്തൃപീഡനമാണ് അതുല്യയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന് അതുല്യയുടെ കുടുംബാംഗങ്ങളും പറയുന്നു. പോലീസ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ്. 2 മരണങ്ങൾ, പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള യുവതികളുടെ ദുരൂഹ മരണങ്ങൾ
വലിയ രീതിയിലുള്ള ഞെട്ടലും വേദനയും മലയാളി സമൂഹത്തിന് ഉണ്ടാക്കിയിരിക്കുന്നു. പീഡനമേൽക്കാനുള്ളതല്ല വൈവാഹിക ജീവിതമെന്നും അന്തസ്സോടുകൂടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും എല്ലാം പങ്കുവെക്കാനുള്ള ഒരു കോൺട്രാക്ട് കൂടിയാണ് അതെന്നുള്ള ഒരു കാര്യം പലരും മറന്നു പോകുന്നിടത്താണ് ഇത്തരം ദൗർഭാഗ്യകരമായ സാഹചര്യങ്ങളിലേക്ക് ജീവിതം അവസാനിപ്പിക്കുന്നിടത്തേക്ക് നമ്മുടെ പെൺകുട്ടികൾ എത്തിച്ചേരുന്നത്. അത് ഒഴിവാക്കാനുള്ള, തുറന്നു പറയുകയും സഹിക്കാൻ വയ്യാത്ത ഘട്ടങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള ആർജവം കൂടി, നമ്മുടെ പെൺമക്കൾക്ക് കൊടുക്കാനുള്ള വിവേകം കൂടി നമ്മൾ ഓരോരുത്തരും കാണിച്ചില്ലെങ്കിൽ ഒരുപാട് വിഭജികമാരും അതുല്യമാരും ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്.